ബ്രദറിൻ്റെ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ ധ്യാനത്തിൻ്റെ പ്രധാന വിഷയം ധ്യാനത്തിൻ്റെ കാതൽ ദൈവനീതി. ഈ നീതിയിലേക്ക് ദൈവനീതിയെക്കുറിച്ച് പറയാൻ വേണ്ടി ബ്രദർ ആദ്യം ഒരുക്കിക്കൊണ്ടുവന്ന ഓരോ ക്ലാസ്സുകളും ദൈവസ്നേഹം, ദൈവത്തിൻ്റെ കരുണ, വിശ്വാസം, ഓരോ ക്ലാസ്സുകളും കേൾക്കുമ്പോൾ അതിന് വലിയ വലിയ ബോധ്യങ്ങൾ ഓരോ പ്രാവശ്യം കിട്ടുന്നത്. എല്ലാവരും തന്നെ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവനീതിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഏതാണ്ട് ധ്യാനം അറിഞ്ഞൊരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലേക്ക് വന്നിട്ട് ഏതാണ്ട് 25 വർഷമായി. ഇത്രയും കാലമായിട്ട് ദൈവനീതിയെക്കുറിച്ചൊരു ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല. 25 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ദൈവനീതിയെക്കുറിച്ച് ഇത്രയും ബൃഹത്തായ ഒരു പഠനം ബൈബിളിലുണ്ടെന്നും അത് അനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇത്ര ദിവസം ഈ ധ്യാനത്തിന് വരണ അന്ന് രാവിലെ ഞാൻ എടവകപ്പള്ളി പോയി വികാരിച്ചിട്ട് പോയി പറഞ്ഞ് കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് ഉപവസിച്ചൊക്കെ ഒരുങ്ങിയിട്ടാണ് ധ്യാനത്തിന് വന്നേ. ഇവിടെ അന്ന് തുടങ്ങിയാണ് അപ്പം തുടങ്ങി ഞാൻ കണ്ണു ശരിക്ക് ഇമവെട്ടാതെ തുറന്നിരുന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുടിച്ച് എല്ലാം നോട്ട് എഴുതിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ദൈവനീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ എല്ലാ നിയമം തെറ്റിപ്പോയി. ഞാൻ ഫരിസേനും ആ മൂത്ത പുത്രൻ്റെ എല്ലാ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ചിരുന്ന എൻ്റെ അവസ്ഥയിൽ നിന്നെല്ലാം എനിക്ക് ഒത്തിരി മാറ്റം. എനിക്ക് പറയാൻ കഴിയുന്നില്ല. ശരിക്കും ഞാൻ ഇത്ര ദിവസം കുമ്പസാരിച്ചിരുന്നതും ഇത്ര ദിവസം ഞാൻ ചെയ്തിരുന്നതും ഇത്ര ദിവസം ഞാൻ ശുശ്രൂഷ ചെയ്തതൊക്കെ ഞാൻ ആ ഫരിസേൻ്റെ മനോഭാവത്തോടുകൂടെയാണല്ലോ. എൻ്റെ ശുശ്രൂഷയിലൂടെ ഞാൻ എത്ര പേരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നുള്ളൊരു ആകുലത, ഒരു ജിജ്ഞാസ, ഒരു ഭയം എന്നെ ശരിക്കും ഇനി കൂടുതൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെയല്ല ശുശ്രൂഷ ചെയ്യേണ്ടത്, ഇനിയും കൂടുതൽ ആഴത്തിലിറങ്ങി ശുശ്രൂഷ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ബോധ്യം എനിക്ക് വല്ലാതെ കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഈ ദൈവനീതിയെക്കുറിച്ച് പറയാൻ വേണ്ടി ബ്രദർ ഈ ക്ലാസ്സുകളൊക്കെ ഒരുക്കി വന്നപ്പോൾ ഈ ദൈവനീതിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അർത്ഥം എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഏതാണ്ടൊക്കെയോ ഈ വിരിയൻ പാമ്പിൻ പൈതങ്ങളെ എന്നുള്ള വിളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇത്രയും ദിവസം പഠിച്ചതിന് വിരുദ്ധമായിട്ടുള്ള പഠനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരിക്കൽ കൂടെ ഈ ക്ലാസ് 9 ദിവസത്തെ ക്ലാസ് 9 ദിവസത്തെ ധ്യാനം 9 ദിവസം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് പോണ്. ഇന്ന് ധ്യാനം തീരുമല്ലോ എന്നോർത്തുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടം കൂടിയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്.